അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ദിവസങ്ങളിൽ നമ്മോടൊപ്പമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ടോമി എമ്മാനുവേൽ, ദൈവസ്ഥലായിരിക്കുന്ന ദൈവമക്കൾ, ഈ ഭവനത്തിലെ പ്രിയപ്പെട്ടവർ, സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവസ്ഥലായിരിക്കുന്നവർ ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിയിൽ ഇന്ന് ഇത്രത്തോളം സമയം കർത്താവിൻ്റെ സന്നിധാനത്തിലായിരിക്കാൻ കർത്താവ് നമുക്ക് കൃപ നൽകിയല്ലോ. വിശേഷാൽ ഫെബ്രുവരി മാസം അവസാനത്തെ ഈ വീക്കെൻഡിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ എല്ലാ മാസ അവസാനങ്ങളിൽ നാം ചെയ്തു വരുന്നത് പോലെ ഈ മാസത്തിൻ്റെ അവസാനത്തിങ്കിൽ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് കൃപ നൽകിയതോർത്ത് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്നും നാളെയും സൺഡേയിലുമായി നടക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അനുഗ്രഹമാക്കി, ദേശത്തിന് വിടുതലാക്കി, സഭയ്ക്ക് അത് അനുഗ്രഹമാക്കി കർത്താവ് തീർക്കട്ടെ. വിശേഷാൽ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തുമാറാകട്ടെ. ചില വാക്കുകൾ ദൈവദാസനെ പരിചയപ്പെടുത്തി തുടർന്നുള്ള സമയം ദൈവജന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞതിന് മുമ്പത്തെ സൺഡേയിൽ കർത്താവിൻ്റെ ദാസൻ നമ്മോട് കൂടെ കഴിഞ്ഞ ഒരു ആരാധനയിൽ കടന്നു വന്ന് സംബന്ധിച്ചത് നിങ്ങൾ ഓർക്കുമല്ലോ. കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ടോമി എമ്മാനുവേൽ നാട്ടിൽ അസംബ്ലീസ് ഓഫ് ഗോഡിനുള്ള ബന്ധത്തിൽ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ കർത്താവിൻ്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. കർത്താവ് തന്നെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രിയ ജോഷി, അദ്ദേഹം സെബി ബ്രദറിൻ്റെ കൂടെ അവർ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ആ ബന്ധത്തിലാണ് കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുവാനും നമ്മുടെ ചർച്ചിലേക്ക് ഇൻവൈറ്റ് ചെയ്യുവാനും ഒക്കെ കഴിഞ്ഞത്. ദൈവം വെച്ചാൽ സഹോദരൻ കുടുംബമൊക്കെ നാളെയും മറ്റന്നാളുമായിട്ടുള്ള മീറ്റിങ്ങിലൊക്കെ കടന്നു വന്ന് സംബന്ധിക്കുന്നതായിരിക്കും. അപ്പോഴും നമുക്ക് അവരെയും കാണുവാനും പരിചയപ്പെടുവാനും ഇടയായിത്തീരും. കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷാൽ കർത്താവിൻ്റെ ദാസനെ ദൈവം ബലപ്പെടുത്തട്ടെ. വളരെ പ്രാർത്ഥനയോടെ ഒരുക്കപ്പെട്ട ആ ഹൃദയങ്ങളോടെ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. തുടർന്ന് കർത്താവിൻ്റെ ദാസൻ മുൻപോട്ട് വന്ന് ശുശ്രൂഷിക്കുകയും സൈജ് ബ്രദർ ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്യുന്നതാണ്. പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ബി ടു ഗോഡ്. നമുക്ക് ഒരുമിച്ച് ഈ രാത്രിയിൽ ഇവിടെ ഉപവാസ പ്രാർത്ഥനയോടൊപ്പത്തിലായിരിക്കാൻ ദൈവം കൃപ നൽകി അനുഗ്രഹിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. I'd like to thank God for giving us this privilege to be in fasting and praying in His presence. പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ എൻ്റെ പേര് പാസ്റ്റർ ടോമി എം മാനുവൽ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് സ്റ്റാച്യുവിൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. So pastor is actually taking charge was covering a church in Trivandrum. എനിക്കൊരു കുഞ്ഞുണ്ട്. അവള് +1 പഠിക്കുന്നു. അവളുടെ പേര് ക്രിസ്റ്റീൻ എന്നാണ്. അതുപോലെ എൻ്റെ വൈഫിൻ്റെ പേര് ഫേബ വർഗീസ്. അവരുടെ വീട് തൃശ്ശൂർ പട്ടിക്കാടാണ് അവരുടെ വീട്. So wife's name is Faber, who's from Trishur Pattikad, and she has a daughter who's Christine. Yeah, yes, she is Christine. അവളുടെ പേര് ക്രിസ്റ്റീൻ എന്നാണ്. പ്രൈസ് ദി ലോർഡ്. Amen. ഞാൻ എത്രത്തോളം മാത്രമേ ഞാൻ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നുള്ളൂ. സമയം അധികമില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. Currently going and keeping it very brief as we have very limited time. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ സഭയിലേക്ക് കടന്നു വരുവാനും സഭയിലുള്ള പ്രിയപ്പെട്ടവരെ ഒക്കെയും കാണുവാൻ ദൈവം നൽകി തന്ന അവസരത്തിനായി ഞാൻ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. I would like to thank God for this opportunity God has given to come to this church and meet each one of you. പാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ സെബി ബ്രദർ ആണ് എനിക്ക് പാസ്റ്ററുമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുവാൻ ഇടയായത്. റോയ് പാസ്റ്ററെ കാണാനും പരിചയപ്പെടുവാനും ഒരാഴ്ച അവിടെ ആരാധനയിൽ പങ്കെടുക്കുവാനും ഒക്കെ കൃപ നൽകി. അതിനുള്ള നന്ദിയെ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും മാനിച്ചനുഗ്രഹിക്കട്ടെ. May God bless us all, and I thank Pastor as well for giving an opportunity to be here. It was through Sebi brother that I was able to get introduced and was able to also attend one of the worship with all of you. പ്രൈസ് ദി ലോർഡ്. നമ്മളെല്ലാവരും ഈ മാസത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ 2ാമത്തെ മാസത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. We have come to the fasting prayer of this month. നമ്മളെല്ലാവരും കൂടെ സഭയിൽ ഉപവാസവും പ്രാർത്ഥനയും ക്രമീകരിക്കാറുണ്ട്. അതുപോലെ നാം എല്ലാവരും ഉപവസിച്ച് പ്രാർത്ഥിക്കാറുമുണ്ട്. We usually try and organize fasting prayers in our church, and whenever there's an opportunity we also fast and pray. നമ്മുടെ ജീവിതത്തിൽ അനവധി വീഴ്ചകളും താഴ്ചകളും കുറവുകളും ഒക്കെ പലപ്പോഴും നമ്മുടെ ജീവിത യാത്രയിൽ സംഭവിക്കാറുണ്ട്. During the journey of our life there are a lot of opportunities, ups and downs that we have. നമുക്കറിയാം, നമ്മുടെ വാഹനം യാത്ര ചെയ്യുമ്പോൾ അനവധി പൊടിപടലങ്ങൾ പിടിക്കാറുണ്ട്. അതുപോലെ അനവധി കംപ്ലയിൻസുകൾ സംഭവിക്കാറുണ്ട്. അതെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളതെല്ലാം ക്ലിയർ ചെയ്യും, കഴുകി വൃത്തിയാക്കും. അതുപോലെ സ്തോത്രം നമ്മൾ കഴുകി വൃത്തിയാക്കും.
So as if you own a car, you know that every time you keep driving it, there are a lot of repair work or a lot of maintenance that you might have to go through, and you will have to spend some effort around that. പ്രൈസ് ദി ലോർഡ്. അതുപോലെ തന്നെ നമ്മുടെ വാഹനത്തിന് ഒരു കേട് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്? വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. Whenever your vehicle is actually having some sort of challenge or an issue, or if it's broken down, you'll have to take it to a service center. അതെ, ആ വാഹനം ഒരിക്കലായിട്ടാണ് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയത്. പക്ഷേ വീണ്ടും ഒരു റിപ്പയർ വന്ന് നമ്മൾ ഫാക്ടറിയിലേക്കല്ല കൊണ്ടുപോകുന്നത്, നമ്മൾ വർക്ക്ഷോപ്പിലേക്കാണ് കൊണ്ടുപോകുന്നത്. So a car would be manufactured by a manufacturer in its factory, but after it comes out, if there's a repair, you don't take it back to the factory, but you take it to a service center. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരാണ്, ക്രിസ്തുവേശുവിൽ വളർന്നുകൊണ്ടിരിക്കുന്നവരാണ്. നമ്മുടെ ആത്മീയ ജീവിതം ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. In the same way, yes, we were saved, we know Christ, and our life through this particular faith is actually growing day on day. എന്നാൽ സ്തോത്രം, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആത്മീയ ജീവിതത്തിന് വരുന്ന നമ്മുടെ യാത്രയിൽ, നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല പല പ്രശ്നങ്ങൾ, പല പല വാക്കുകളിലൂടെ, ചിന്തകളിലൂടെ, പ്രവൃത്തികളിലൂടെയൊക്കെ വരുന്ന പല പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് നമ്മൾ കൂടി വന്നിരിക്കുന്ന ഒരു നിമിഷമാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ. So through our conversations, our deeds, the way we actually do things, there could be certain limitations or wrongdoings that happen inevitably, and this is an opportunity for us to come forward and try and see how do we repair it. ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന് അല്പമെങ്കിലും ഉലച്ചൽ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആർക്കാണ് ആ ബന്ധം ക്രമീകരിക്കാതിരിക്കാൻ ആഗ്രഹിക്കുന്നത്? എല്ലാവരുടെയും ആഗ്രഹം ദൈവവുമായിട്ടുള്ള എൻ്റെ ബന്ധം ഏറ്റവും സുശക്തമായിരിക്കണം, നന്നായിരിക്കണം നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. When it comes to the relationship that we have with God, if there is any sort of defect that comes in, then it becomes very important for us to go ahead and review it, and who among us do not like to go ahead and mend that. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മുടെ ഉപവാസ പ്രാർത്ഥനകളിലാണ് നമ്മുടെ വീഴ്ചകളും താഴ്ചകളും ഒക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് വീണ്ടും ഒരു പുതിയ സമർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ആ നിമിഷമാണ് നമ്മുടെ ഉപവാസ പ്രാർത്ഥനകൾ. When it comes to fasting prayer, it is a time when you go when you come in the presence of God and ensure that you submit yourself with reference to any wrongdoing or any challenges that you might have had, and then submit yourself in front of God so that you can be refined. എന്തിനു വേണ്ടിയാണ് ചില ദിവസങ്ങൾ നമ്മൾ ആഹാരം വെടിഞ്ഞ് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് നമ്മൾ പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആത്മീയ ജീവിതം ഒന്ന് പുതുക്കം പ്രാപിക്കണം, നമ്മൾ ശക്തി പ്രാപിക്കണം, ദൈവഹിതം നമുക്ക് മനസ്സിലാക്കണം, ദൈവം നമ്മോട് സംസാരിക്കണം, ദൈവത്തിന്റെ വഴികളിലൂടെ നമുക്ക് നടക്കണം, യാത്ര ചെയ്യണം, ദൈവം നമ്മെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ കൃത്യമായി ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ ഫാസ്റ്റിംഗ് ഇരിക്കുന്നത്. We actually fast in presence of the God so that we can do the will of God, go according to the direction of God, ensure that we refine ourselves and purify ourselves for the presence of God. ഒറ്റ വാക്കത്തിൽ പറഞ്ഞാൽ ദൈവസന്നിധിയിലേക്ക് നമ്മളൊന്ന് മടങ്ങി വരുവാനായിട്ട്. In one word, if I say, it is for us to go back to God. ഇന്ന് രാത്രിയിൽ ഞാൻ ശുശ്രൂഷിക്കാൻ താല്പര്യപ്പെടുന്നതും ഇത് തന്നെയാണ്. ദൈവത്തിന്റെ കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് നിന്ന് മടങ്ങി വരണം നമ്മളെല്ലാവരും. For us to come back to the covenant relationship with Christ is what I would like to go ahead and reflect on today. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ നമ്മൾ ദൈവസന്നിധിയിൽ ഒരു തീരുമാനവും പ്രതിഷ്ഠയും എടുത്തിട്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. We started our Christian life by promising and dedicating ourselves for Christ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ തീരുമാനത്തിൽ നമ്മൾ എത്രമാത്രം നിലനിൽക്കുന്നുണ്ട്, അത് എത്രമാത്രം വീണുപോയെന്ന് നമ്മളൊന്ന് പരിശോധിക്കുന്ന നിമിഷവും കൂടെയാണ് ഈ നിമിഷം. For what we have dedicated ourselves, it is time for us to go ahead and examine how far are we doing that same thing that we submitted ourselves for. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഞാൻ ഒരു വാക്യം വായിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് യോശുവയുടെ പുസ്തകം 5-ാം അധ്യായം 9-ാമത്തെ വാക്യമാണ്. 9 മുതൽ താഴോട്ടുള്ള ചില വാക്യങ്ങൾ, 9-ാം അധ്യായം മൊത്തമായിട്ടാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അതിൽ വായിച്ച വചനം 9-ാമത്തെ വാക്യം. യോശുവയോട്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു എന്ന് അരുളി ചെയ്തു. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ അല്ലെങ്കിൽ ഉരുൾ എന്ന് പേർ പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു വചനമാണ് നമ്മളുടെ വായിപ്പാൻ ഇടയായി തീർന്നിരിക്കുന്നത്. It's a very familiar verse that we all read today. വചനം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന നിങ്ങളിൽ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. I'm actually ensuring that the reproach of Egypt has been taken away from you. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന് പേര് പറയുന്നു. This was called Gilgal till now. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ രാത്രിക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈ സഭയിൽ കർത്താവെ, ഇന്ന് നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയുടെ ആദിമ രാത്രിയിൽ കർത്താവെ, ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിങ്കൽ കടന്നു വരുവാൻ ദൈവം നൽകി തന്ന കൃപയ്ക്കായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയാണ്.
കർത്താവെ, അങ്ങ് ഇന്ന് രാത്രി ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ നിന്നയൊന്നും മാറി ഞങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം കൃപ നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സഭയെ ദൈവം അനുഗ്രഹിക്കണം, ദൈവദാസനെ കുടുംബമായി മാനിക്കണം. ഇന്ന് ഈ പ്രാർത്ഥന നടക്കുന്ന ഈ സബി ബ്രദറിന്റെ കുടുംബത്തിനായി സ്തോത്രം. ഈ കുടുംബത്തിൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം, സഭയ്ക്കായി സ്തോത്രം. ദൈവം സഭയെ അനുഗ്രഹിക്കണമേ. പുതിയൊരു അനുഭവത്തിലേക്ക്, ഒരു തീരുമാനത്തിലേക്ക്, ഒരു പ്രതിഷ്ഠയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ കൃപ നൽകണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. Hallelujah. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ചിരിക്കുന്നത്, ഇന്ന് ഞാൻ മിസ്രയീമിന്റെ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. I have rolled the reproach of Egypt is what has been written here. അതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്ന് വരെ ഗിൽഗാൽ എന്ന പേര് അറിയപ്പെട്ടിരുന്നു. And therefore today it has been known as Gilgal. ഗിൽഗാലിന്റെ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഉരുൾ എന്ന പേരാണ് അറിയപ്പെടുന്നത്. When Gilgal is rolling off. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, പശ്ചാത്തലം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, When we actually go through the background of this is what we understand. ഒന്നാം അധ്യായം മുതൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, മോശയിൽ നിന്ന് അധികാരം പ്രാപിച്ച് യോശുവ ഇസ്രായേൽ ജനങ്ങളെ വാഗ്ദത്തദേശത്തേക്ക് നയിക്കുകയാണ്. Joshua is actually taking the promise from Moses and actually taking them to the promised land. പ്രൈസ് ദി ലോർഡ്. അവരുടെ യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ യോശുവ ജനത്തിലെ നേതാക്കന്മാരോട് കൽപ്പിക്കുന്നു, സ്തോത്രം, 3 ദിവസം നിങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ യോർദാൻ കടക്കേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് ആഹാരം ശേഖരിച്ചു കൊള്ളുവേൻ. So Joshua actually directs the people that after 3 days we are going to go through this particular river Jordan. Therefore ensure that you have enough of food for 3 days. അതുപോലെ അവർ 3 ദിവസം കഴിഞ്ഞപ്പോൾ യാത്ര ആരംഭിച്ചു. അവർ യോർദാൻ, നമുക്കറിയാം ആ വാക്യങ്ങളൊക്കെ നമുക്കറിയാം, എങ്ങനെയാണ് ഇസ്രായേൽ ജനങ്ങൾ യോർദാൻ കടന്നതെന്നൊക്കെ നമുക്കറിയാം. ആ ഭാഗത്തേക്ക് ഞാൻ കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. And you know later they had to pass that particular river and all of you know the history around that. പ്രൈസ് ദി ലോർഡ്. നമുക്ക് മനസ്സിലാക്കുന്നത്, ഇവിടെ ഈ പോയിന്റ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവർ യോർദാൻ നദി കടന്ന് സ്തോത്രം വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. They have come and they are going to go to the promised land by covering Jordan the river. പ്രൈസ് ദി ലോർഡ്. അവർ ആ വാഗ്ദത്തദേശത്തിന്റെ അതിർത്തി വരെ എത്തിയിട്ടുണ്ട്. They came to the boundary of that. അടുത്ത ഒരു സ്റ്റെപ്പ് വെച്ചാൽ അവർ വാഗ്ദത്തദേശമാണ്. One more step they keep forward, they are in their promised land. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ദൈവം അവിടെ യോശുവയോട് ഇടപെടുകയാണ്. ഇപ്പോൾ അവിടെ നിൽക്കുക, ചില കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. And at that juncture God tells, stop there to Joshua, and then there are few things which needs to be done is what God is directing. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ വാക്യപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, അക്കാലത്ത് യഹോവ യോശുവയോട് തീക്കല്ലുകൾ കൊണ്ട് ഒരു കത്തി ഉണ്ടാക്കി ഇസ്രായേൽ മക്കളെ രണ്ടാമതും പരിച്ഛേദന ചെയ്യുവാൻ കൽപ്പിച്ചു. അതുപോലെ തന്നെ യോശുവ ജനങ്ങളെല്ലാം പരിച്ഛേദന ചെയ്യുവാൻ ഇടയായി. You can see that God instructs Joshua to ensure that there is circumcision again being done for the Israelites, and he had to do that there. കാരണം എന്താണ്? ആ വന്ന ജനങ്ങൾ ആരും പരിച്ഛേദന ഏറ്റവരല്ല. All the people who came there were not circumcised. അവരാരും പരിച്ഛേദന ഏൽക്കാതെ അവർക്ക് വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിപ്പാൻ കഴിയുന്നതല്ല. And without going through this they will not be able to get to the promise. അതുകൊണ്ട് യോശുവ എന്താ ചെയ്തത്? അവരെ എല്ലാം ആ ദേശത്ത് വെച്ച് പരിച്ഛേദന ഏൽപ്പിച്ചു. അവിടെ ഞാൻ ആ വചനങ്ങൾ വായിക്കുന്നു, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. യോശുവ പരിച്ഛേദന ചെയ്യുവാനുള്ള കാരണമോ, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ആണുങ്ങളായ ജനമൊക്കെയും യോദ്ധാക്കൾ എല്ലാവരും മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്ന ശേഷം പ്രയാണത്തിൽ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി എന്ന് പറഞ്ഞാൽ അർത്ഥമറിയാമല്ലോ. മോശയുടെ നേതൃത്വത്തിൽ പുറപ്പെട്ട ജനം, മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട ജനമൊക്കെയും മരുഭൂമിയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ വെച്ച് അവർ മരിച്ചു പോകുവാൻ ഇടയായി. So what has happened here? The reason why this instruction was given or Joshua did this was because the people who actually left Egypt and who are coming to the promised land, all the youth, all the men who actually started from Egypt were already dead in the desert. അവരെല്ലാവരും മിസ്രയീമിൽ നിന്ന് പരിച്ഛേദന ഏറ്റവരാണ്. They definitely took circumcisions when they were in Egypt. എന്നാൽ അതിനുശേഷം ജനിച്ചവരായിട്ടുള്ളവർ ആരും മരുഭൂമിയിൽ വെച്ച് പരിച്ഛേദന ഏറ്റിരുന്നില്ല. But all the newborns after that did not go through this process. നമുക്കറിയാമല്ലോ, 40 വർഷം കൊണ്ട് മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട് 20 വയസ്സിന് മേളിൽ പ്രായമുള്ളവരെല്ലാം ആ മരുഭൂമിയിൽ മരിച്ചു പോകുവാൻ ഇടയായി തീർന്നു. Everyone who was about 20 years who left after leaving Egypt did actually lose their life. എന്താണ്? അവർ പരിച്ഛേദന ഏറ്റെങ്കിലും നശിച്ചു പോകാൻ കാരണം എന്താണ്? അവർ ദൈവത്തോട് മത്സരിച്ചു. ദൈവത്തിന്റെ കൽപ്പനകൾ അവരനുസരിപ്പാൻ തയ്യാറായില്ല. അതുകൊണ്ട് ദൈവം അവരെ ആ മരുഭൂമിയിൽ വെച്ച് നശിപ്പിക്കുവാൻ ഇടയായി തീർന്നു.
തീർന്നു. Because these men did not follow God, or they tested God. That is the reason they were not able to make through this entire journey, even though they were circumcised. എന്നാൽ മരുഭൂമിയിൽ വെച്ച് ജനിച്ച ജനമൊക്കെയും അന്ന് പുറപ്പെട്ട 20 വയസ്സിൽ താഴെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ അവരൊക്കെ വളർന്നു വിവാഹിതരായി, അവർ കുഞ്ഞുങ്ങളുണ്ടായി. 20 വയസ്സിന് ശേഷം പ്രായമുണ്ടായിരുന്നവർക്കൊക്കെ ഉണ്ടായ കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ആരും മരുഭൂമിയിൽ വെച്ച് പരിച്ഛേദന ഏറ്റിരുന്നില്ല. And everyone who was actually below 20 years and who were newborn, and all of those kids did not go through circumcision, who actually were born and were traveling through this desert. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യോശുവ അവരോട് കൽപ്പിച്ചത്, പ്രൈസ് ദി ലോർഡ്, ഈ ജനമൊക്കെയും പരിച്ഛേദന ഏൽക്കണമെന്ന്. And that is where Joshua tells that all of these people, all these men have to go through circumcision. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഈ പരിച്ഛേദന കൊണ്ട് അർത്ഥമാക്കുന്നത്? What do you mean by this? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ദൈവം പിന്നെയും അബ്രഹാമിനോട് അരുളി ചെയ്തത്, And God said to Abraham, നീയും നിന്റെ ശേഷം നിന്റെ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം. and he tells that you and your descendants have to follow my instruction. എനിക്കും നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും മധ്യേയുള്ളത് നിങ്ങൾ പ്രമാണമാക്കേണ്ടത് എന്റെ നിയമമാവിത്. This is the rule or the law that you have to follow. നിങ്ങളിൽ പുരുഷപ്രജയൊക്കെയും പരിച്ഛേദന ഏൽക്കണം. And that is where you can see that God is asking Abraham, all men have to go through circumcision. നിങ്ങളുടെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യണം. അത് എനിക്കും നിങ്ങൾക്കും മധ്യേ നിയമത്തിന്റെ അടയാളമാകും. And that God told is part of the sign or the covenant that we have. തലമുറയായി നിങ്ങൾ പുരുഷപ്രജയൊക്കെ 8 ദിവസം പ്രായമാകുമ്പോൾ പരിച്ഛേദന ഏൽക്കണം. And it has been told that at the age of 8 you must go through this process. വീട്ടിൽ ജനിച്ച ദാസനായാലും, Even if you're a servant, നിന്റെ സന്തതി അല്ലാത്തവനായി അന്യനോട് വിലയ്ക്ക് വാങ്ങിയവനായാലും ശരി, even if it is someone that you have purchased, a foreigner, നിന്റെ വീട്ടിൽ ജനിച്ചവനും ദാസനും നീ വില കൊടുത്തു വാങ്ങിയവനും പരിച്ഛേദന ഏറ്റേ കഴിയൂ. all of these men have to go through circumcision. എന്റെ നിയമം നിങ്ങളുടെ ദേഹത്തിൽ നിത്യ നിയമമായിരിക്കണം. And this becomes a covenant on your flesh as an everlasting covenant. അഗ്രചർമ്മിയായ പുരുഷന്മാരെ പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. And the one who's not circumcised or uncircumcised must be removed away from you. അവർ എന്റെ നിയമം ലംഘിച്ചിരിക്കുന്നു. Because they do not keep my covenant. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, ദൈവം കൊടുത്ത ഇൻസ്ട്രക്ഷൻ, ദൈവം കൊടുത്ത നിയമം എത്ര കഠിനമായ നിയമമാണ്, എത്ര തീവ്രമായ നിയമമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. When God gives a commandment or a rule or a law, it is very severe. പ്രൈസ് ദി ലോർഡ്. അതെന്താണ്, ആ നിയമം എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അത് ഓരോ പുരുഷപ്രജയും സ്തോത്രം അവർ പരിച്ഛേദന ഏൽക്കണം. 8-ാം ദിവസം ഒരു കുഞ്ഞു ജനിച്ചാൽ 8-ാം ദിവസം ആ കുഞ്ഞ് പരിച്ഛേദന ഏൽക്കണം. The covenant that was given by God was the 8th day when a boy is born, the circumcision has to be done for that child. പ്രൈസ് 8-ാം ദിവസം ഏൽക്കണം. അത് ആരൊക്കെയാണ്? അവരുടെ ഈ ദാസന്മാർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളും വിലയ്ക്ക് വാങ്ങിയവനാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അവർ പരിച്ഛേദന ഏൽക്കണം. Irrespective of who it is, whether the person is in the family or someone who's been purchased, you have to go through this process. ആരെങ്കിലും പരിച്ഛേദന ഏൽക്കാതിരുന്നാൽ അവനെ എന്ത് ചെയ്യണം? അവനെ കൊന്നുകളയണം എന്നുള്ളതാണ് നിയമം കൊടുത്തിരിക്കുന്നത്. ഛേദിച്ച് കളയണം, ജനങ്ങളുടെ ഇടയിൽ നീക്കിക്കളയണം എന്നുള്ളതാണ് നിയമം കൊടുത്തിരിക്കുന്നത്. And it has been told that if you are uncircumcised, then you have to be removed from that. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. മറ്റൊരു പ്രധാന കാര്യം നമ്മുടെ വായിച്ചത്, അത് നമ്മുടെ ശരീരത്തിന്മേൽ ദൈവത്തിന്റെ അടയാളമാണ്. ദൈവത്തിന്റെ നിയമത്തിന്റെ അടയാളം നമ്മുടെ ശരീരത്തിന്മേൽ ദൈവം വെച്ചിരിക്കുന്നതാണ് പരിച്ഛേദന എന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. And it has been shown that this is an evidence of which is going to stay for everlasting on your body, is what it has been told. പ്രൈസ് ദി ലോർഡ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ദൈവം കൽപ്പിച്ച കൽപ്പന സ്തോത്രം നമ്മൾ പ്രമാണിക്കുമ്പോൾ ദൈവത്തിന്റെ ഭരണത്തിന്റെ കീഴിലേക്ക് നമ്മളെ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് ആ പരിച്ഛേദന എന്ന കർമ്മം. What does this mean? This means that we are submitting ourselves to and surrendering in front of God. ദൈവമായിട്ട് അബ്രഹാമിനെ വിളിക്കുമ്പോൾ സ്തോത്രം, ദൈവം അനേക കൽപ്പനകൾ കൊടുത്തു. അല്ല, അനേക പ്രമാണമല്ല, അനേക സ്തോത്രം
എന്താണ് അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുവാൻ ഇടയായി There are a തീർന്നു. lot of വാഗ്ദത്തങ്ങൾ കൊടുക്കുവാൻ blessings, ഇടയായി തീർന്നു. lot of blessings and promises that God gave Abraham. Praise the Lord. എന്നാൽ സ്തോത്രം അതെല്ലാം വാഗ്ദത്ത ദേശത്തെ സംബന്ധിച്ചുള്ള വാഗ്ദത്തങ്ങളാണ്. All of those were the promises to go to the promised land. എന്നാൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിന്റെ ദൈവത്വത്തിൽ നിന്നുകൊണ്ടാണ് അബ്രഹാമിനോട് സംസാരിക്കുന്നത്. God is staying in his own glory and then talking to Abraham. Praise the Lord. അബ്രഹാമിന് ദൈവം കൊടുത്ത വെളിപ്പാട് ശക്തമായ വെളിപ്പാടാണ്. ഒരു ദൈവം തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ താൻ അന്ന് വരെ താൻ സേവിച്ചിരുന്ന സകല ദൈവങ്ങളെ ഉപേക്ഷിച്ച് സ്തോത്രം ഈ യഹോവയെ കടന്നു വരത്തക്കവണ്ണമുള്ള ശക്തമായ വെളിപ്പാടാണ് ദൈവം അബ്രഹാമിന് കൊടുത്തത്. What Abraham got was a strong revelation that when God actually came into his presence and made himself, he showed his glory, he left all other gods and all the idols that he had and came with God. അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും എത്രമാത്രം ശക്തമായ ദർശനമാണ് അബ്രഹാമിന് കൊടുത്തത്. You can see that was a type of revelation that God gave him. മറ്റൊരുത്തനും ദൈവമല്ല എന്ന് തന്റെ മനസ്സിൽ ദൈവം ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് താൻ തന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും ഒക്കെ ദൈവത്തിന്റെ വിളി കേട്ടപ്പോൾ അബ്രഹാം വിട്ടിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്, ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് താൻ പുറപ്പെടാൻ തയ്യാറായത്. When he definitely understood exactly what God is, and he was able to leave the other gods and the idols and then go to the promised land as per the promises of God, leaving everything that he had at that time. Praise the Lord. അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് എന്താണ്? ഏതാണ്ട് അബ്രഹാമിനെ വിളിച്ചതിന് ശേഷം അബ്രഹാമിന് 99 വയസ്സായപ്പോഴാണ്, ഏതാണ്ട് 24 വർഷമായപ്പോഴാണ് ദൈവത്തിന് സ്തോത്രം അബ്രഹാമിനോട് ദൈവം ഈ കവനന്റ് കൊടുത്ത് ഈ ഉടമ്പടി കൊടുത്ത് വിളിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. When he was very young is when he was being given this covenant. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നു അബ്രഹാം ദൈവത്തിന്റെ കൽപ്പനയെ അംഗീകരിക്കുവാൻ തയ്യാറായി. Abraham was able to, he went ahead and surrendered to the commandment of God. Praise the Lord. അബ്രഹാം ദൈവത്തിന്റെ രാജ്യത്വത്തെ അംഗീകരിച്ചു. അവൻ രാജാവാണെന്ന് അംഗീകരിച്ചു. അവന്റെ കൽപ്പനകൾ അംഗീകരിച്ചു. അവനുള്ള സകലത്തെയും തന്റെ മക്കളെ, തനിക്കുള്ള സകലത്തെയും തന്റെ പൊസഷൻസ് എല്ലാം ജനിക്കാനിരിക്കുന്ന മക്കളെയും കൂടെ അവൻ സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഉടമ്പടിയിലൂടെ. He went ahead and through this covenant he submitted not just himself but everything that he had, his children, his next generation, and you see that he fulfills this covenant across everything that God gave him. Praise the Lord. അല്ലാഞ്ഞാലുള്ള അവസ്ഥ അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ദൈവം ഈ ഉടമ്പടിയിലെ അനുഗ്രഹങ്ങളെല്ലാം അബ്രഹാമിന്റെ ജീവിതത്തിൽ പകരുന്നത് എപ്പോഴാണ്? അബ്രഹാം ഇത് അനുസരിക്കുമ്പോൾ മാത്രമാണ്. He gets all the blessing that or the promises which God tells him only when he follows the covenant that God gave him. അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. അബ്രഹാം ദൈവത്തിന്റെ ഉടമ്പടിയിലേക്ക് വന്നതുകൊണ്ട് ദൈവം അബ്രഹാമിനെ ഒരു നീതിമാനായി കണക്കിടുവാൻ ഇടയായി. God actually called him as a holy man because he went ahead and followed all the covenants and the directions that God gave him. Praise the Lord. ദൈവത്തിന് സ്തോത്രം. അത് അത്രമാത്രം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഉടമ്പടിയാണ് ഈ സർക്കംസിഷൻ അഥവാ സ്തോത്രം എന്തുവാ പരിച്ഛേദന എന്നുള്ളത്. Circumcision is such a definitive commandment or a covenant that God gave Abraham, and that is what we are referring in with Joshua here. ആ ഉടമ്പടിയാണ് ഇന്നും നമ്മുടെ ഇടയിൽ നിലനിൽക്കുന്നത്, പരിച്ഛേദനയുടെ രൂപത്തിൽ അല്ലെങ്കിലും നിലനിൽക്കുന്നത്. This type of circumcision is a type of covenant which still is being carried even today for us in a different way. നമുക്ക് വീണ്ടും ഒരു വചനത്തിലൂടെ വരാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നു 4:24. അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. മോശയുടെ കാര്യമാണ് പറയുന്നത്. 20 മുതൽ നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 20 മുതൽ. അങ്ങനെ മോശ തന്റെ ഭാര്യയെയും പുത്രന്മാരെയും കൂട്ടി കഴുതപ്പുറത്ത് കയറ്റി മിസ്രയീം ദേശത്തേക്ക് മടങ്ങി. ദൈവത്തിന്റെ വടിയും മോശയുടെ കയ്യിൽ എടുത്തു. So you can see that Moses actually left everything and he took God's the stick that was given to him and he tries to escape from there. യഹോവ മോശയോട് അരുളി ചെയ്തത്, this is what God told him: നീ മിസ്രയീമിൽ ചെന്ന് എത്തുമ്പോൾ, when you reach Egypt, ഞാൻ നിന്നെ ഫറമേൽപ്പിച്ചിട്ടുള്ള അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്യുവാൻ ഓർത്തുകൊള്ളുവിൻ. in front of Pharaoh ensure that you do the miracles that I will give you. എന്നാൽ അവൻ ജനത്തെ വിട്ടയപ്പാതിരിപ്പാൻ
But for him not to be sending his people away, ഞാൻ അവന്റെ ഹൃദയത്തെ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കും. I will ensure that the heart of Pharaoh is made stubborn. നീ ഫറവോനോട് ഇങ്ങനെ പറയണം, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, This is what you must tell. God is telling you this. ഇസ്രായേൽ എന്റെ പുത്രൻ, Israel is my son. എന്റെ ആദ്യജാതൻ തന്നെ. He is my first son. എനിക്ക് ശുശ്രൂഷ ചെയ്യുവാൻ എന്റെ പുത്രനെ വിട്ടയക്കണമെന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. I would command you to send them away so that they can come and worship in the palace. അവനെ വിട്ടയപ്പാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ, If he does not allow them, ഞാൻ നിന്റെ പുത്രനെ, നിന്റെ ആദ്യജാതനെ തന്നെ കൊന്നുകളയുമെന്ന് പറയുക. then I will ensure that your first son also would be killed. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഇവിടുത്തെ പശ്ചാത്തലം നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. We know the background around this. മോശ ഇസ്രായേൽ ജനങ്ങളെ വിടുവിപ്പാനായിട്ട് ഫറവോന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. Moses is actually coming in front of Pharaoh to take Israel to the promised land. എന്നാൽ വഴിയിൽ വച്ച് But on the way, യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. they tried to kill him in between. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സിപ്പോറ ഒരു കത്തിയെടുത്ത് തന്റെ മകന്റെ അഗ്രചർമ്മം ഛേദിച്ചു. Zipporah came in and tried using a knife there. ഛേദിച്ചു, അഗ്രചർമ്മം ഛേദിച്ചു. നീ എനിക്ക് രക്തമണാണല്ലോ എന്ന് പറഞ്ഞു. നീ എനിക്ക് ബ്ലഡ് ഗ്രൂം എന്ന് പറഞ്ഞു. You are a blood groom is what it has been told there. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് മോശ പരിച്ഛേദന ഏറ്റതാണെങ്കിലും സ്തോത്രം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇസ്രായേൽ ജനങ്ങളെ വിടുവിപ്പാൻ കടന്നു പോകുന്ന മോശയുടെ കുഞ്ഞുങ്ങളെ മോനെ പരിച്ഛേദന ഏൽപ്പിച്ചിരുന്നില്ല. So you know that even though Moses was circumstanced, its kids were not circumstanced. Praise the Lord. അതുകൊണ്ട് ദൈവത്തിന്റെ കോപം മോശയുടെ നേരെ ജ്വലിച്ചു. And that is where the anger of God came on Moses. Praise the Lord. എന്താ കാരണം? എന്താണ്? What was the reason there? കാരണം മോശയുടെ മകനെ പരിച്ഛേദന ഏൽപ്പിച്ചില്ല. ആ കവനന്റ് റിലേഷൻഷിപ്പിലേക്ക് താൻ വന്നില്ല എന്നുള്ളതാണ് കാരണം. You can see that Moses couldn't get his children to that covenant relationship, and therefore they were not circumstanced. Praise the Lord. അതുകൊണ്ടാണ് മോശയ്ക്ക് എതിരായിട്ട് യഹോവ എഴുന്നേറ്റ് വരുവാൻ ഇടയായത്. That is where you can see that God was standing against Moses at that point. Praise the Lord. മോശ എവിടേക്കാ പുറപ്പെടുന്നത്? ഫറവോന്റെ മുമ്പിൽ നിലനിൽക്കണം. He is going to stand in front of Pharaoh. ജനങ്ങളെ ഫറവോന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണം. The men has to be taken or must gain their freedom from Pharaoh. ദൈവത്തിന്റെ ശുശ്രൂഷ താൻ ചെയ്യണം. അത്ഭുതങ്ങളും അടയാളങ്ങളും താൻ ഇസ്രായേൽ മക്കളുടെ മധ്യത്തിൽ പ്രവർത്തിക്കണം. Whatever God has actually asked him to do, he has to do that. A miracle is something that he has to do there. ഇസ്രായേൽ ജനങ്ങളെ വഴി നടത്തി വാഗ്ദത്തദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവം വിളിച്ചിട്ടുള്ള വ്യക്തിയാണ് മോസസ്. Moses is the one who's been called so that they can take him to the promised land. Praise the Lord. അങ്ങനെയുള്ള ആ മോശ തന്റെ കുടുംബത്തെ ക്രമീകരിക്കാതിരുന്നത് കൊണ്ട്, the same Moses who was not able to go ahead and set right his own family, Praise the Lord. ദൈവം മോശയെ വഴിയിൽ വെച്ച് സത്രത്തിൽ വെച്ച് കൊല്ലുവാൻ ഭാവിച്ചു. He went ahead and on the way actually stopped him and was thinking about putting him to death. പ്രിയമുള്ളവർ, ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ കൃപയിലേക്ക് മടങ്ങി വരണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിച്ചേ മതിയാകുകയുള്ളൂ. You must understand one thing, that if you have to come back to the grace of God, we have to follow the commandment that God gives. അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചപ്പോൾ ദൈവം കൽപ്പിച്ചു, നീ നിന്റെ സന്തതി പരമ്പരകളായി ഈ പരിച്ഛേദന എന്ന കർമ്മം ഏൽക്കണം. When God actually found Abraham, he gave him the covenant that you have to follow circumcision generation over generation. മോശയോട് ദൈവം മോശയുടെ കുടുംബത്തിലുള്ളവരെ ഈ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതിരുന്നത് കൊണ്ട് ദൈവം മോശയ്ക്കെതിരായിട്ട് എഴുന്നേറ്റ് വരുവാനിടയായി. Just because Moses was not able to do it in his own family, God has to come against him. Praise the Lord. പ്രിയമുള്ളവരെ, ഇന്ന് ഈ രാത്രിയിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നിടത്തോളം പ്രധാനമായിട്ട് മറ്റൊന്നുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. One thing that we have to understand when we are sitting in God's midst is there is nothing more important than following the commandments of God. Praise the Lord. ദൈവം ഉപയോഗിച്ചിട്ടുള്ള ദൈവത്തിന്റെ ദാസന്മാരെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമായി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു, അവരൊക്കെ ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ അളവിൽ അവർ ജീവിച്ചവരാണ്, ദൈവത്തിന്റെ കൽപ്പനകളും വിധികളും പ്രമാണിച്ചവരാണെന്ന് നമ്മൾ ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. We have to understand one thing, that all the men of God, both in the Old Testament and New Testament, have followed the commandments of God without actually moving away from it.
Praise the Lord. ദൈവം പറഞ്ഞ വഴി വിട്ടുമാറാതെ കൃത്യമായ പാതയിലൂടെ അവർ സഞ്ചരിച്ചവരെ ഒക്കെയാണ് ദൈവം ശക്തമായി ദൈവത്തിന്റെ കരങ്ങളിൽ ഉപയോഗിച്ചത് നമുക്കറിയാം. Men of God who actually traveled exactly the way God directed them are the ones who actually got used. അവരൊക്കെ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, അവരൊക്കെ ദൈവത്തിന്റെ വഴികളിൽ നടന്നു, ദൈവം പറഞ്ഞതുപോലെ അവർ ജീവിച്ചവരാണ്. They heard the word of God, they followed the word of God, and they walked according to what God said. നമ്മൾ ഏലിയാവിന്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഏലിയാവിനെ ദൈവം അയച്ച സ്ഥാനത്തൊക്കെ ദൈവം എന്ത് ചെയ്തു? ഏലിയാവിന്റെ ദൈവത്തിന്റെ ശബ്ദം കേട്ടു താൻ പുറപ്പെട്ടു പോയി. We can see the example of Elijah as well. Wherever God asked him to go, he actually followed according to his will. ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി നമുക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയുന്നതല്ല. Cannot live a life going against the will of God. Praise the Lord. Praise the Lord. Hallelujah. എന്നാൽ ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കുക, ഈ ഇസ്രായേൽ ജനങ്ങൾ എല്ലാവരും ഗിൽഗാലിൽ എത്തിയപ്പോൾ ദൈവം അവരോട് കൽപ്പിക്കുകയാണ്, നിങ്ങൾ സ്തോത്രം ഇവിടെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിങ്ങൾ എല്ലാവരും പരിച്ഛേദന ഏൽക്കണം. Coming back to Joshua, when the Israel actually came into near the promised land, he stopped them there, and through Joshua he wanted them to follow the commandment of circumcision right there. Praise the Lord. അതുകൊണ്ട് അവരെല്ലാവരും പരിച്ഛേദന ഏൽക്കുവാൻ ഇടയായി. Therefore all of them went through this circumcision as a commandment that God had given them as covenant. ആ പരിച്ഛേദന ഏറ്റു കഴിഞ്ഞപ്പോൾ ദൈവത്തിന് സ്തോത്രം, ദൈവം പറയുകയാണ്, ഇന്ന് മിസ്രയീമിന്റെ നിന്നെ ഉരുണ്ടു മാറ്റിയിരിക്കുകയാണ്. And that is where we see that particular verse about Gilgal and about rolling away all that they had brought from Egypt. എന്താണ് മിസ്രയീമിന്റെ നിന്ന എന്ന് പറയുന്നത്? What is this all about? നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിന്റെ ജനം ഒരിക്കലും ദൈവത്തിന് സ്തോത്രം മിസ്രയീമിന്റെ നിന്ന വഹിക്കേണ്ടവരല്ല. We are not the ones who have to bear what came from Egypt. അവർക്ക് അനേക മോശമായ തെറ്റായ ഇൻഫ്ലുവൻസുകൾ അവിടെ ഉണ്ടാകുവാനിടയായി, അനേക അനുഭവങ്ങൾക്ക് അവർക്ക് അവിടെ ഉണ്ടാകുവാനിടയായി. We can see that there was lot of things that they went through which was not in the right manner. Praise the Lord. Lot of influences that they went through. ആ ഇൻഫ്ലുവൻസസ് ഒക്കെ അവരുടെ ജീവിതത്തെ എന്നും സ്വാധീനിച്ചു കൊണ്ടിരുന്നതാണ്. All those influences and probably the culture and the details there did reflect in their life in one or the other. അവരുടെ പിതാക്കന്മാർ അനേക കാര്യങ്ങൾ മിസ്രയീമിലെ അനുഭവങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ ഇടയായി. അതൊക്കെ അവർ കേട്ടുവന്നു, അതൊക്കെ അവരുടെ ജീവിതത്തിൽ അന്ന് വരെ നിലനിന്നതാണെന്ന് നമുക്കറിയാം. We know that their parents would have actually told them about what went through in Egypt as well. Praise the Lord. അതുകൊണ്ട് ദൈവം ഇവിടെ പറയുകയാണ്, ഇസ്രായേലിന്റെ നിന്ന ഇന്നാണ് ഞാൻ ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നത്. And that is where God tells that the reproach of Egypt has been rolled away today. Praise the Lord. ദൈവത്തിന് സ്തോത്രം. അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പൂർണ്ണമായി ദൈവത്തിന്റെ ഹിതത്തിനായി, ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നതിനായി സമർപ്പിച്ച് ആ നിമിഷം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അവരുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനിടയായി. You can see that the moment they came back to covenant and ensured that they follow what God gave them, exactly at that point of time God recovered them. Praise the Lord. ആ നിമിഷം തന്നെ അവരുടെ ജീവിതത്തിന് പരിപൂർണ്ണ മാറ്റം സംഭവിക്കുകയാണ് ചെയ്തത്. Immediately you see that there is a complete transformation in their life. Praise the Lord. അന്ന് മുതൽ ദൈവത്തിന്റെ കൃപ അവരുടെ മേൽ വ്യാപരിച്ചു. ആ നിമിഷം അവരെന്താണ് വാഗ്ദത്തദേശത്തേക്ക് പോകുവാൻ അവർ തയ്യാറായി. Immediately from then the God's grace came upon them, and right the next step you can see that they are able to get into the promised land. Praise the Lord. ഇവിടെ വീണ്ടും നമ്മൾ കാണുന്നു, ഇന്ന് ഞാൻ മിസ്രയീമിനെ നിന്ന് ഉരുട്ടിക്കളഞ്ഞിരിക്കുന്നു. You can see that the reproach of Egypt is, I'm going to remove that today. Praise the Lord. അതിന്റെ പിറ്റേ ദിവസം സംഭവിക്കുന്നത് എന്താണ്? What is happening the next day? അടുത്ത ദിവസം അവര് ഗിൽഗാലിൽ പാളയം ഇറങ്ങി. ആ മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് യെരിഹോ സമഭൂമിയിൽ അവർ പെസഹ കഴിച്ചു. You can see that they went through Passover on the 14th day after that. പെസഹയുടെ പിറ്റേ ദിവസം തന്നെ അവർ ദേശത്ത് വിളവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പവും മലരും തിന്നു. They ensure that they go through the Passover, they use the uneven bread and roasted grain. Praise the Lord. അവർ ആ ദേശത്തെ വിളവ് കൊണ്ട് അനുഭവിച്ചതിന്റെ പിറ്റേ ദിവസം മന്ന നിന്നുപോയി. And you can see with the very next day manna actually stopped. Praise the Lord. എന്താണ്? കഴിഞ്ഞ 40 വർഷം ഇസ്രായേൽ ജനങ്ങളെ മന്ന കൊണ്ട് ദൈവം പോഷിപ്പിക്കുവാനിടയായി. You know that through manna God actually served them for 40 years. Praise the Lord. ഈ നിമിഷം അവർക്ക് ചിന്തിപ്പാനിടയായി, കഴിഞ്ഞ 40 വർഷം ദൈവം അവരെ എങ്ങനെയാണ് വഴി നടത്തിയത്. At that moment when they reached the promised land and they had what is required there, they were able to remember what happened the last 40 years. അവർ 40 വർഷത്തോളം അവർ അധ്വാനിച്ചില്ല. 40 വർഷത്തോളം അവർ യാതൊന്നും അധ്വാനിക്കാതെ ദൈവം അവരുടെ മുമ്പിൽ ആഹാരം കൊണ്ട് കൊടുക്കുവാൻ ഇടയായി. അവർക്ക് വേണ്ടതെല്ലാം സംരക്ഷണവും ദൈവം ചെയ്യുവാനിടയായി. Without working for it, God gave them food every single day, and without they actually struggling for it, God gave them, and they were able to remember that then. Praise the Lord.
ദൈവം അവർക്ക് കൊടുത്ത നന്മയാണ് അവർ 40 വർഷവും ഭക്ഷിപ്പാനിടയായത്. It was a blessing that God gave them for the last 40 years. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് ഈ രാത്രി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ദൈവം നമ്മളെ എങ്ങനെ ഏതെല്ലാം വിധങ്ങളിലൂടെയാണ് കഴിഞ്ഞ നാളുകളിൽ വഴി നടത്തിയതെന്ന് പരിശോധിച്ച് നോക്കിയേ. Can we examine ourselves and see in our own life how did God actually carry us till now? സ്തോത്രം. നമ്മൾ ഇന്ന് ഈ ദേശത്ത് നമ്മളെ കൊണ്ടുവന്നു, നമ്മളിവിടെ വന്ന സാഹചര്യങ്ങള്, നമ്മളെ ദൈവം വഴി നടത്തിയത് എല്ലാം നമ്മളൊന്ന് പരിശോധിക്കേണ്ടതാണ് ഇന്ന് ഈ രാത്രിയിൽ. It's a time for us to examine and see the way God actually brought us here and all the circumstances that we would have gone through during this process. ദൈവം നമുക്ക് എന്തിനെങ്കിലും കുറവ് വരുത്തിയോ? ഒന്നിനും കുറവ് വരുത്താതെ സകല നന്മകളും നമുക്ക് ദൈവം നൽകി തന്നിട്ടുണ്ട്. Did God actually go ahead and put anything less for you? God went ahead and ensured that every step of your life has been taken care of. നമുക്ക് ആഹാരത്തിന് ആഹാരം നൽകി, God gave you food for food. വസ്ത്രത്തിന് വസ്ത്രം നൽകി, പാർപ്പിടത്തിന് പാർപ്പിടം നൽകി. God gave you dress for dress, house for house. അതിന് നമുക്ക് വേണ്ടതെല്ലാം നമുക്ക് ഇന്ന് വരെ നമുക്ക് നൽകി തന്ന ആ വിശ്വസ്തനായ ദൈവത്തെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. You can see a God who's been trustworthy for us, who's been faithful to us and been delivering us till date. നമ്മൾ പുറകോട്ട് നോക്കിയാൽ അബ്രഹാമിന്റെ ജീവിതം നമുക്കൊന്ന് ഒരിക്കൽ കൂടെ പരിശോധിച്ച് നോക്കിയാൽ, അബ്രഹാം അവിടുന്ന് പുറപ്പെട്ട് പോകുന്നതിന് ശേഷം ഏതെല്ലാം പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ താൻ കടന്നുപോയെന്ന് നമുക്കറിയാമല്ലോ. We know when we go ahead and reflect the life of Abraham after he actually left his father's house, all the troubles and all the difficulties that he went through. ആ ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം ദൈവം കൂടെ ഇരുന്ന് ദൈവം തനിക്ക് പരിഹരിപ്പാൻ ഇടയായി തീർന്നു. Because he trusted in the God ensured that he intervened and ensured that every single aspect of challenge that he had in his life was taken care of. ദൈവം ഇടപെടേണ്ട സ്ഥാനത്ത് ഇടപെട്ടു, സംസാരിക്കേണ്ട വ്യക്തികളോട് സംസാരിച്ചു. അങ്ങനെയെല്ലാം ആണ് ദൈവം അബ്രഹാമിനെ വഴി നടത്തിയത് എന്ന് നമുക്കറിയാം. You can see in the life of Abraham, wherever God had to actually intervene, he intervened. Wherever he had to talk and get things done, he did it right in time for Abraham. നമുക്കറിയാം, ഒരു സമയത്ത് അബ്രഹാമിന്റെ ഭാര്യ സാറ ഫറവോന്റെ അടുക്കൽ പോലും പോകേണ്ട സാഹചര്യം വന്നെങ്കിലും അവിടെയും യാതൊരു ദോഷവും വരാതെ വണ്ണം ദൈവം അബ്രഹാമിനെ കാത്തു പരിപാലിച്ചു എന്ന് നമുക്കറിയാം. You can know even when during a particular scenario when Sarah had to go and stand in front of Pharaoh, even at that particular point of time, God ensured that or Abraham has no issues or the issue was actually taken care of. എന്താ കാരണം? എന്താണ്? അബ്രഹാം ദൈവം പറഞ്ഞ വഴികളിലൂടെ നടന്നതുകൊണ്ട് മാത്രമാണ് അബ്രഹാമിന് ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ കരമുണ്ടായിരുന്നത്. The reason why Abraham had the hand of God on him is because he was with God. ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തോടു കൂടെ എത്രമാത്രം സഞ്ചരിച്ചാൽ, ദൈവത്തോടു കൂടെ എത്രമാത്രം യാത്ര ചെയ്താൽ, അവന്റെ വഴികളിലൂടെ നമ്മൾ നടക്കാൻ തയ്യാറായാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരിക്കും എന്ന് ഇന്ന് രാത്രി നമ്മൾ മറന്നു കളയരുത്. One thing that we need to understand, as long as we are able to follow God and go according to the will of God and follow in his way, God's hand would be with us. പ്രൈസ് ദി ലോർഡ്. എവിടെയെല്ലാം ദൈവത്തിന് വിരോധമായി, ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്ക് വിരോധമായി നമ്മൾ ജീവിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. If we have not gone according to the will of God or according to what God wanted us to go, then there are issues or concerns that might come up in your life. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പിറ്റേ ദിവസം എന്താണ്, ഇവർക്ക് ആ ദേശത്തുള്ള നന്മ അനുഭവിച്ചു. അന്ന് മുതൽ ആ മന്ന നിന്നു പോകുവാനിടയായി. We can see the next day they were able to take care or were able to enjoy the benefits of the promised land, and immediately they see that manna is no longer there. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ പിറ്റേ ദിവസം നമ്മൾ കാണാൻ കഴിയുന്നത് എന്താണ്? അടുത്ത ദിവസം യോശുവ യെരിഹോ സമഭൂമിയിൽ നിൽക്കുമ്പോൾ അവൻ തലയുയർത്തി നോക്കി, ഒരു ആൾ കയ്യിൽ വാൾ ഊരി പിടിച്ചുകൊണ്ട് അവന്റെ നേരെ നിൽക്കുന്നത് കാണുവാനിടയായി. Joshua, the next day when he's actually standing there, he can see that somebody has taken a sword and standing right there. പ്രൈസ് ദി ലോർഡ്. അതാരാണ്? യോശുവ ചോദിക്കുകയാണ്. യോശുവ അവന്റെ അടുക്കൽ ചെന്നു, അവനോട് നീ ഞങ്ങളുടെ പക്ഷക്കാരനോ ദൈവത്തിന്റെ ശത്രുപക്ഷക്കാരനോ എന്ന് ചോദിച്ചു. He went to that man and asked, are you on our side or are you on the side of enemy? അപ്പോൾ യോശുവ അല്ല, ഞാൻ യഹോവയുടെ സൈന്യത്തിന്റെ അധിപതിയായി വന്നിരിക്കുന്നു. And that is where the person who's standing with the sword tells, I'm neither, but I am the commander of the army of God. Praise the Lord. Hallelujah. അപ്പോൾ യോശുവ സാഷ്ടാംഗം വീഴുവാനിടയായി. And immediately he understood and he fell on his face. Praise the Lord. ഇവിടെ നമ്മൾ കാണുന്നു, ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച നിമിഷം ദൈവത്തിന്റെ വിടുതലുകൾ, സ്തോത്രം, ഇസ്രായേൽ ജനങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. The moment you can see that when the God actually comes in front of Israel. Praise the Lord. ദൈവത്തിന് സ്തോത്രം. നമ്മൾ വീണ്ടും ചിന്തിക്കുക, സ്തോത്രം, ആ ജനം ദൈവത്തിന്റെ കൽപ്പനയെ സർക്കംസിഷൻ ഏറ്റു കഴിഞ്ഞപ്പോൾ ഒന്നാമത് അവർ പെസഹ ആചരിച്ചു.
സ്തോത്രം. ആ ദൈവം അവർക്ക് ആ ദേശത്തിലെ ആഹാരം കൊടുത്തു. പ്രൈസ്. രണ്ടാമത് കണ്ടു ദൈവത്തിന്റെ ദൂതൻ ഇവിടെ അധിപതിയായിട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. So when they did according to the will of God, they took the Passover. We can see that they were able to enjoy the benefits of that particular promised land. And then the commander of God is already standing in front of them. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത് ഇസ്രായേൽ ജനങ്ങൾ അവർക്ക് കൊടുത്ത വാഗ്ദേശം യുദ്ധത്തിലൂടെ വെട്ടിപ്പിടിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. And in the remaining verses, we can see that they are able to conquer and take that land for themselves. പ്രൈസ് ദി ലോർഡ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഇതാണ്. ഇന്ന് രാത്രി പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ സ്തോത്രം ദൈവം നമ്മെ ഒരു എഡ്ജിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്, ഒരു അതിർത്തിയിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഈ പോയിന്റ് വരെ നിങ്ങൾക്ക് കടന്നു വരാം. ഈ പോയിന്റിനെ അപ്പുറത്തേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം. അവർ പരിച്ഛേദന ഏറ്റു കഴിഞ്ഞപ്പോൾ അവർ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ദൈവത്തിന്റെ ഇടപെടൽ അവർക്ക് ഉണ്ടാകുവാനിടയായി. So you remember one thing, that now is the time, a moment when God has actually brought you to the edge of that promise, the edge of that promised land, edge of what has been desired. And when you come there, God is asking you to stop, and He's asking you to wait, because this is the moment when you have to go through the covenant that God gave. The circumcision has to be done right here. And when that is done is when you get into your promised land. Praise the Lord. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാം, നമ്മുടെ ജീവിതത്തിൽ എവിടെയാണ് നമ്മുടെ അനുഗ്രഹങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്? ഏത് പോയിന്റിലാണ് നമ്മൾ ദൈവസന്നിധിയിൽ പരാജയപ്പെട്ടതെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. Let's go ahead and look within ourselves. Let's examine ourselves. Where exactly do we think that we have lost? Where exactly do you think that your blessings have stopped? Where exactly do you think things are not moving forward? പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ മുമ്പിൽ, ദൈവം നമ്മുടെ അനുഗ്രഹത്തിന്റെ അടുക്കൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് അനുഗ്രഹമുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിന്റെ ആ സ്തോത്രം, ആ കൽപ്പനയിലേക്ക് നമുക്ക് മടങ്ങി വരാൻ കഴിയണം. God has brought you to the edge of that blessing. God has brought you to the moment when you will receive the blessing, but it is important that you realize what is the covenant that you have with God. പ്രൈസ്. നമ്മൾ ഒരിക്കൽ ഒരു ദൈവത്തിന്റെ തിരുസന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവേ, ഇനി നീ എനിക്ക് തരുന്ന ദിവസങ്ങളൊക്കെ, നീ എനിക്ക് തരുന്ന ജീവിതമൊക്കെ നിന്റെ നാമത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുമെന്ന് നമ്മൾ തീരുമാനമെടുക്കുവാനിടയായി. We went ahead and took a decision that God, yes, we will go ahead and surrender our life for you. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മൾ പല സാഹചര്യങ്ങളിലും ആ തീരുമാനത്തിൽ നിന്നൊക്കെ വ്യതിചലിച്ചു പോയിട്ടുണ്ട്. Due to different circumstances that comes into our life, we do not carry on that promise. ദൈവത്തിന് നമ്മെ അനുഗ്രഹിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God definitely desires to bless you. ദൈവം നമ്മളെ വിടുവിപ്പാൻ, നമ്മുടെ രോഗത്തിന് സൗഖ്യം തരാൻ നമ്മെ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God definitely desires to ensure that you have been healed. സാമ്പത്തികമായ ഒരു വിടുതൽ തരാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God would like to ensure that you have been blessed financially as well. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. God definitely desires that the next generation is blessed. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, ദൈവം പറയുന്ന വഴികളിലൂടെ നമ്മൾ നടക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അടുത്ത സ്റ്റെപ്പ് നമുക്ക് അനുഗ്രഹമുണ്ട്, പക്ഷേ നമ്മൾ അവിടെ മാറി നിൽക്കുകയാണ്. But what are we liable for? We are liable to walk as per the path of God that God has given us, and we have to keep that step forward. ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാട്ടെ. We need to know where we are standing today. നമ്മൾ എവിടെയാണ് ഇന്ന് നിൽക്കുന്നത്? ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് പ്രവേശിപ്പാൻ, ദൈവം നമ്മോട് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ, അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിലുള്ള എന്തെല്ലാം ഉണ്ട് എന്ന് ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കുവാനിടയായി തീരണം. We need to understand where exactly do we stand. Are we standing right in the midst where the promise has in front of your promise, in front of your promised land, and what exactly is stopping you from moving forward? പ്രൈസ് ദി ലോർഡ്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം കുറവുകളുണ്ടെന്ന് ഇന്ന് രാത്രി നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാൻ നമ്മൾ തയ്യാറാകണം. For us to examine what are the limitations or what are the shortcomings that you have in your life. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ദൈവം അനുഗ്രഹിപ്പാൻ ദൈവം മതിയായ ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്നവരാണ്. We believe and trust that God is almighty and He is enough to actually go ahead and bless us. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ വീണ്ടും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പുതിയ നിയമസഭയിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസും അതുപോലെ അപ്പോസ്തലന്മാരൊക്കെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. And you can see in the New Testament the same circumcision is being spoken by Paul and other apostles, and that is the circumcision of our hearts. Praise the Lord. റോമാലേഖനം 2:29 നമുക്ക് കാണാൻ കഴിയുന്നു. ഒന്ന് വായിച്ചാട്ട വാക്യം. റോമർ chapter 2 verse 29. അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, ആകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ,
അക്ഷരത്തിലല്ല, അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന എത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല, അവന് മനുഷ്യരാലല്ല, ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അവന് ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? നമ്മൾ അക്ഷരത്താലല്ല, ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് നമുക്കിവിടെ ആവശ്യം. What you see and what you read right here is what we need is not a circumcision by body or in physical body, but it is through your heart. നമ്മുടെ ആത്മാവിന്റെ പരിച്ഛേദന എന്നിവിടെ നമുക്ക് എഴുതിയിരിക്കുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത്? ദൈവവുമായിട്ട് ഒരു നല്ല ബന്ധത്തിൽ നമുക്ക് പോകണമെങ്കിൽ ഹൃദയം ശുദ്ധമായിരിക്കണം. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ അവനിൽ വിശ്വസിച്ച് നമ്മൾ ആശ്രയിച്ച് മുന്നേറുവാൻ നമുക്ക് തയ്യാറാകേണ്ടതായിട്ടുണ്ട്. So what does it mean here? We must have a pure heart. We must believe in God, keep our heart pure, and move forward in front of the presence of God. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. In one word, if I say, it is important that we come to repentance. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമത്തിൽ നമുക്ക് അനവധി തവണ കാണാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവചനം 4:4 നോക്കിയാൽ അവിടെയും കാണാൻ, പഴയ നിയമത്തിലും പറയുകയാണ്, ശരീരത്തിന്മേലുള്ള പരിച്ഛേദനയല്ല, ആത്മാവിന്റെ പരിച്ഛേദനയാണ് ഇമ്പോർട്ടന്റ് എന്ന്. We can see that even in the Old Testament, when we read Jeremiah, we can see that it is not circumcision on your body, on a physical body, but when it comes to your heart, your soul is what it is important. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അവിടെയും പറയുന്നത് എന്താണ്? ശരീരത്തിന്മേലുള്ള പരിച്ഛേദനയേക്കാൾ ഉപരിയായിട്ട് ആത്മാവിന്റെ പരിച്ഛേദന ഏൽക്കുവാൻ അവിടെ യിരെമ്യാ പ്രവാചകൻ അവരോട് ആഹ്വാനം ചെയ്യുകയാണ്. We can see Jeremiah tells very clearly it is more important for us to circumcise our heart more than doing that physically. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ആവർത്തന പുസ്തകം 30:6 നമ്മൾ നോക്കിയാൽ നമുക്ക് അത് തന്നെ കാണാൻ കഴിയുന്നു. പഴയ നിയമത്തിൽ മോശ തന്നെ പറയുകയാണ്. We can see the same thing being told by Moses in Exodus. ഒന്ന് വായിച്ചാട്ടത്. നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും. എന്താ പറഞ്ഞത്? നീ ജീവിച്ചിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവയെ, നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം, മനസ്സോടും കൂടെ സ്നേഹിപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ യഹോവ, നിന്റെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും നിന്റെ സന്തതിയുടെ ഹൃദയവും പരിച്ഛേദന ചെയ്യും. എന്താ പറഞ്ഞത്? ശരീരത്തിന്റെ പരിച്ഛേദനയെ കുറിച്ച് പഴയ നിയമത്തിൽ കൽപ്പന കൊടുത്തിട്ട് ഇവിടെ വീണ്ടും പറയുകയാണ്, നിന്റെ ഹൃദയത്തിന്റെ പരിച്ഛേദനയും നിന്റെ സന്തതിയുടെ ഹൃദയത്തിന്റെ പരിച്ഛേദനയും ദൈവം പരിച്ഛേദന ചെയ്യുമെന്ന്. You can see exactly the same person through whom God actually spoke. He's been told, he's telling right here that it is more important not just to physically circumcise yourselves, but circumcising your heart and your children's heart is more important. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്മേൽ പരിച്ഛേദനയുണ്ടെങ്കിലും ഹൃദയത്തിന്റെ പരിച്ഛേദന ഇല്ലെങ്കിൽ, പ്രിയമുള്ളവരെ, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്ന് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. Something which we must understand is even if you have a physical circumcision, if you are not circumcised by your heart, there is nothing that you gain. അതുപോലെ ആവർത്തനം 10:16 വായിച്ചാട്ടെ. ആകയാൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവീൻ, ഇനിമേൽ ദുശ്ശാഠ്യമുള്ളവരാകരുത്. കാരണം എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്തിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. അവിടെ ഫിസിക്കലായിട്ട് പരിച്ഛേദന ഏറ്റവരോട് പറയുകയാണ്, നിങ്ങൾ ഇനി ദുശാഠ്യമുള്ളവരാകരുത്. It very clearly tells that you must not get into haste, and even though your circumstance, if you don't do that, this is not acceptable. ആ തലമുറയുടെ പ്രശ്നം എന്താണ്? അവർ ദുശാഠ്യമുള്ള ജനമെന്ന് ദൈവം കണ്ടു. സ്റ്റിഫ് നെക്ഡ് എന്ന് ദൈവം കണ്ടു. They were stiff-necked is what we can see. പ്രൈസ് ദി ലോർഡ്. അവർ ദുശാഠ്യമുള്ള ജനമാണ്. ആ ജനം അവസ്ഥ എന്താണ്? അവർ പരിച്ഛേദന ഏറ്റവരാണ്. These men were also circumcised, but they were stiff-necked. പ്രൈസ് ദി ലോർഡ്. അവരോട് ദൈവം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമായി തീരരുത്. And God definitely tells them that you must not be stiff-necked. പ്രൈസ് ദി ലോർഡ്. പിന്നെ വീണ്ടും നമുക്ക് കാണാൻ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 7:51 വായിച്ചാട്ടെ. ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ്, ശാഠ്യക്കാരും ഹൃദയത്തിന് പരിച്ഛേദനയും ഇല്ലാത്തവരായുള്ളവരെ, നിങ്ങളെപ്പോഴും നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ
പരിശുദ്ധാത്മാവിനോട് മറുത്തു മത്സരിക്കുകയാണ്. And here we can see Stephen actually goes ahead and talks in his famous speech, you men who are not circumstanced in your heart, and the way you behave, you are behaving like your fathers, forefathers. പ്രൈസ് ദി ലോർഡ്. അവർ സ്തെഫാനോസ് പറയുന്നത് അവരുടെ പിതാക്കന്മാരെല്ലാവരും ദൈവത്തിന്റെ തിരുസന്നിധിയിൽ ദൈവത്തോട് ശാഠ്യം കാണിച്ചവരാണ്, ദൈവത്തോട് എതിർത്ത് നിന്നവരാണ്. അവരെ കുറിച്ച് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയത്തിന് പരിച്ഛേദന ഏൽക്കാത്തവരാണ് എന്നാണ് ഇവിടെ സ്തെഫാനോസ് വിളിച്ചു പറയുന്നത്. What Stephen tells here, that your fathers or forefathers were exactly like this, who did not actually do according to the will of God, who were standing against God, and this is what he's trying to show there, right there. നമ്മൾ ചിന്തിക്കുക, ഇവരെല്ലാവരും ശരീരത്തിന്മേൽ പരിച്ഛേദന ഏറ്റവരായിരുന്നു, പക്ഷേ പരിശുദ്ധാത്മാവിനോട് മറുത്തു മത്സരിച്ചത് കൊണ്ട് ദൈവം അവരോട് പറയാണ്, നിങ്ങളുടെ ശരീരത്തിന്മേൽ മാത്രമല്ല ഹൃദയത്തിന്മേലും ഒരു പരിച്ഛേദന വേണം. And because these men were standing against the Holy Spirit, that is where he tells, circumcision on your body, physical body is not good enough, you will have to have it in your heart. പ്രൈസ് ദി ലോർഡ്. ഫിലിപ്പി ലേഖനം 3:3 നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. In Philippians 3:3 also we see that. നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. എന്താ പറഞ്ഞിരിക്കുന്നത്? ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവർ തന്നെ നാമാണ് പരിച്ഛേദനക്കാരായിട്ടുള്ളവര്. We are the ones who are circumstanced because we will have no confidence in our own flesh. അത് മാത്രമല്ല, നമ്മൾ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നവരാണ്. And not only that, we are the ones who actually praise God in our spirit. നമ്മൾ ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ഹൃദയം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം, തുറന്നു കൊടുത്തതായിരിക്കണം. If we are actually praising God in Holy Spirit, our heart has to be pure. പ്രൈസ് ദി ലോർഡ്. അതാണ് ഇവിടെ പുതിയ നിയമത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്. That is what we learn in the New Testament. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സം നാം തന്നെയാണ്. നാം ഇന്ന് ജീവിക്കുന്ന ജീവിതമാണ് നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന് തടസ്സമായിരിക്കുന്നത്. If you are actually trying to reflect in yourself, what is actually stopping us from our own blessing is we ourselves. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയട്ടെ, നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ആത്മീയഗോളം നമ്മൾ കാണുന്നത് പോലെയല്ല. സ്തോത്രം. നമ്മൾ കാണുന്ന എല്ലാവരും ദൈവസന്നിധിയിൽ, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് എത്തിച്ചേരുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. When it comes to the spiritual realm, just understand one thing: everyone that you see right in front of your eyes might not reach the place, the promised land. പ്രൈസ്. കാരണം എന്താണ്? അവരെല്ലാവരും ആത്മീയരായിട്ട് ഒരിക്കൽ ദൈവത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചവരാണെങ്കിലും ജഡികന്മാരായി, പ്രാകൃതന്മാരായി, ദൈവം ഉണ്ടെന്ന് പോലും വിശ്വസിക്കാത്ത നിലവാരത്തിൽ ജീവിക്കുന്നവരായിട്ട് നമുക്ക് ലോകത്തിൽ കാണാൻ കഴിയുന്നവരുണ്ട്. What we have to understand is, even though they would have submitted themselves for their lives to God at a point of time in their life, but later they would actually live like a normal man, and they would be ones who would be very reflective of this earth. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കാണുന്നത് പോലെയല്ല. ചിലപ്പോൾ ഒരുപക്ഷെ ശുശ്രൂഷിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വിശ്വാസികളായിരിക്കാം. പക്ഷെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, സഭയിൽ ഇന്ന് സ്തോത്രം വീണ്ടും ജനനം പ്രാപിക്കാത്ത ഒരുപാട് വ്യക്തികൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. One thing we have to understand, irrespective of whether it is a man of God or one of the believers in the church, but there are a lot of people in our church who have not really reborn. നമ്മൾ അവരുടെ ജീവിതം കണ്ടാൽ നമുക്ക് മനസ്സിലാകും, പക്ഷെ നമ്മൾ ആരും അതിനൊന്നും പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. When you actually go ahead and see their lives, we can understand that, but sometimes we do not go or we do not reflect that against them. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ ഒരു ആത്മീയന്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് നമുക്കറിയാമല്ലോ. യേശുവിനെ മാതൃകയാക്കി യേശു ക്രിസ്തുവിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നവനാണ് ആത്മീയ മനുഷ്യൻ എന്ന് നമുക്കറിയാം. We know that who is the man of God. Man of God is the one who actually mirrors God and lives according to the will of God. പ്രൈസ് ദി ലോർഡ്. അല്ലാത്തവർ, അങ്ങനെ ജീവിക്കാത്തവരാരും ദൈവസന്നിധിയിൽ എത്തിച്ചേരുകയില്ല എന്നുള്ളത് വസ്തുത നമുക്കറിയാവുന്നതാണ്. One thing we have to understand is no one who does not live like God or who does not mirror God in himself will not reach heaven. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ എവിടെയെങ്കിലും കുറവുകളോ കുറ്റങ്ങളോ ബലഹീനതകളോ പാപങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് രാത്രി നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. When we go ahead and reflect in our own lives, in ourselves, if there are any shortcomings, is there any sin or is there any wrongdoing that is there in our life, it is time for
us to reflect that and ensure that we surrender that. Praise the Lord. ഇന്ന് ലോകത്തിൽ അനേക ആൾക്കാര് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിച്ചുകൊണ്ട് ഒരു പ്രത്യേക തലത്തിൽ ആത്മീയ ജീവിതത്തെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ കഴിയും. We can see there is a handful of people on the face of earth even today who ensure that they lead a good spiritual life. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും ദൈവജനമാണെന്ന് അവകാശപ്പെടുന്ന പലരും ദൈവത്തിന്റെ ആ ക്രിസ്തീയ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ആ ഉന്നതമായ നിലവാരം പുലർത്താൻ കഴിയാതെ അതപ്പതിച്ചു പോയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. In the same way, you can see a set of people who are not able to hold on to the standards of the spiritual life that God is willing in us. Praise the Lord. അവർക്ക് ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രാപിക്കാൻ കഴിയുമോ? Will they be able to receive anything in the presence of God? Praise the Lord. അതുകൊണ്ട് ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥയനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് പ്രോമിസ് ലാൻഡിലേക്ക് പ്രവേശിപ്പാൻ കഴിയുകയുള്ളൂ. Only according to the covenant that God has given us, if we follow them, only then we'll be able to get to the promise. Praise the Lord. വീണ്ടും നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന എന്റെ ചട്ടങ്ങളും വിധികളും പ്രമാണിക്കാതിരുന്നാൽ ഞാൻ നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തമായി നൽകുന്ന ദേശം നിങ്ങളെ ഛർദ്ദിച്ചു കളയുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. The word of God tells that if you do not follow the commandments and the laws and rules that God has given us, then he will vomit out the promises that is given. Praise the Lord. ഇസ്രായേൽ ജനങ്ങളുടെ ചരിത്രത്തിൽ അത് സംഭവിക്കാൻ ഇടയായി തീർന്നു. You can see the same thing has happened with the Israelites. അവർ അശ്ശൂരിലേക്കും അതുപോലെ ബാബിലോണിലേക്കും ഒക്കെ പ്രവാസികളായി പോകേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? They had to go ahead and become wanderers into Babylon and other countries. Why did that happen? Praise the Lord. അവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തു കൊടുത്ത ആ ദേശത്ത്, അവർ വാഗ്ദത്തം പ്രാപിച്ച ആ ദേശത്ത് അവർ ദൈവത്തിന്റെ ഹിതപ്രകാരം ജീവിച്ചില്ല എന്നുള്ള വസ്തുതയാണ്. അവർ അഗ്രചർമ്മികളായി അവിടെ ജീവിച്ചു. ഹൃദയത്തിന്റെ പരിച്ഛേദനയില്ലാതെ അവർ ജീവിച്ചത് കൊണ്ട് ദൈവം ആ ദേശത്തു നിന്നവരെ പറിച്ച് അന്യദേശങ്ങളിലേക്ക് അടിമകളായി വിട്ടുവെന്ന് നമുക്ക് വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. Because the Israelis did not actually follow the commandments of God, because they did not circumstance their heart and they lived a life according to their own will, is why they were actually pushed away and they had to live in other countries as nomads. Yeah. Praise the Lord. ആകയാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ തിരുസന്നിധിയിൽ കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയുമുണ്ട്, ഒരു വഴിയുണ്ട്, ഒരു നിലവാരമുണ്ട്. ആ നിലവാരത്തിൽ താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ദൈവസന്നിധിയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നതല്ല. God has definitely, there are certain things that we have to do. There are certain standards on spiritual life that we have to carry, and if you don't stand or are according to that, then we will not be able to sustain in God's life. Praise the Lord. ഇന്ന് രാത്രി വീണ്ടും നമ്മളെ തന്നെ ഒന്ന് നമുക്ക് പരിശോധിക്കാൻ ഇടയായി തീരട്ടെ. Let's examine ourselves tonight. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ എവിടെയാണ്? വാഗ്ദത്തദേശത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. What is the next step that we have in front of us? That is entering into the promised land. Praise the Lord. എന്നാൽ ദൈവം അവരെ അവിടെ പിടിച്ചു നിർത്തുവാൻ ഇടയായി. But you can see that God actually stopped him right in the border. ദൈവം അവരോട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, നിങ്ങൾ എന്റെ ഉടമ്പടിയിലേക്ക് മടങ്ങി വരണം. God tells one thing, come back to my covenant. ആ ജനങ്ങളെല്ലാവരും പരിച്ഛേദന ഏൽക്കാത്തവരായിരുന്നു. അവരെ ആ ഗിൽഗാലിൽ വെച്ച് പരിച്ഛേദന ഏൽപ്പിച്ചു. You can see that the entire generation was not circumstanced, and in Gilgal he ensured that they are circumstanced. പരിച്ഛേദനയേറ്റ ജനത്തെ മാത്രമാണ് ദൈവം വാഗ്ദത്തദേശത്തേക്ക് പ്രവേശിപ്പാൻ ഇടയായത്. And only those men who went according to the covenant was the ones who actually came to the promised land. അതിനുശേഷം മാത്രമാണ് അവർക്ക് യുദ്ധം ചെയ്യുകയും വാഗ്ദത്തദേശങ്ങൾ പിടിച്ചെടുക്കുവാനും ഇടയായത്. Only after that they were able to go ahead and get to the battle and win that promised land. Praise the Lord. ദൈവത്തിന് സ്തോത്രം. Hallelujah. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ, ദൈവത്തിന്റെ ഉടമ്പടിയിലേക്ക് കടന്നു വരാതെ പ്രിയമുള്ളവരെ ഒരു വ്യക്തിക്കും praise the Lord ദൈവിക വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ സാധ്യമല്ല. You will not be able to get the promise of God until and unless you go according to the will of God, follow the covenant and its commandments. ഇന്ന് രാത്രി നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. Let's go ahead and examine ourselves. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിക്കണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. We need to come back to the word of God if we need to get the grace of God. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ വ്യാപരിച്ചല്ലാതെ നമുക്ക് ദൈവിക വാഗ്ദത്തങ്ങൾ ഒന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല. Without getting the grace of God, we will not get the promises of God. ഇവിടെ ഇതാ ഇസ്രായേൽ ജനങ്ങൾ വാഗ്ദത്തത്തിന് അടുത്ത് വന്ന് നിൽക്കുന്നു. അവർക്ക് പ്രവേശിക്കുവാൻ ദൈവം അവരെ അനുവദിക്കാതിരിക്കുന്നു. You can see that the
has come right in the border of their promise, but they're not able to enter in. എന്നാൽ അവർ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച നിമിഷം അവർ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക മാത്രമല്ല, അന്ന് വരെ കാണാത്ത അത്ഭുതങ്ങളിലൂടെ അവരെ വഴി നടത്തുവാൻ ഇടയായി തീർന്നു. The moment they went ahead and did the promise of the covenant of God, and then they actually followed it, the next moment they were able to see the promised land. They were able to see the miracles like they never saw before. Praise the Lord. നമുക്ക് ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Let's close our eyes and praise God. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ ജീവിതത്തിൽ ഞാൻ വീണുപോയ സാഹചര്യങ്ങളെ ദൈവം ഇന്ന് എന്നോട് ക്ഷമിക്കുമാറാകണമേ. God, forgive us, Lord, for the places, Lord, that we have fallen. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തുകൊണ്ടാണ് കർത്താവേ ഞാൻ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ആ വിഷയത്തിനൊന്നും ഇന്ന് വരെ മറുപടി ലഭിക്കാതിരിക്കുന്നത്? Oh God, what is the reason why the promise or there are different things, Lord, that I've been praying, following and praying again and again to you. Why is that it is not going forward? എന്തുകൊണ്ടാണ് കർത്താവേ എന്റെ വിഷയങ്ങൾക്ക് ഇന്ന് വരെ പരിഹാരമില്ലാതിരിക്കുന്നത്? ഞാൻ ഒരു രോഗിയായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? Why am I still sick? Why is there no resolution for my issue? എന്തുകൊണ്ടാണ് കർത്താവേ എനിക്ക് ഹല്ലേലൂയ എന്റെ സാമ്പത്തികമായ ഒരു വിടുതലില്ലാതിരിക്കുന്നത്? മറ്റ് ആവശ്യങ്ങളുടെ മേലൊന്നും ദൈവപ്രവൃത്തി കാണാൻ കഴിയാതിരിക്കുന്നത്? Why are my resources not there, O Lord? Why am I struggling financially? Why is that I don't have an answer for it? ദൈവം എന്നോട് എന്തുകൊണ്ട് സംസാരിക്കാതിരിക്കുന്നു? ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി എനിക്ക് അനുഭവിപ്പാൻ കഴിയാതിരിക്കുന്നു? Why, Lord, I'm not able to get an answer from you, Lord? Why am I not able to strengthen in your spirit? Praise the Lord. എന്താണ് ദൈവം എന്ന് പറയുന്ന മറുപടി നമുക്ക് ശ്രദ്ധിച്ചു നോക്കുക. What is the answer that God is giving? ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, ഇന്നിതാ ഞാൻ എന്നെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു തരികയാണ്. Oh God, I'm surrendering myself in your presence. എന്റെ ജീവിതത്തിൽ ഇന്ന് രാത്രി കർത്താവേ എന്റെ ഹൃദയത്തെ ഒന്ന് പരിച്ഛേദന ചെയ്യുമാറാകണമേ. God, ensure, Lord, Father, that I am able to circumstance my heart. എനിക്ക് എന്റെ അങ്ങയുടെ തിരുമുമ്പാകെ വന്നിരുന്ന് കർത്താവേ കണ്ണുനീരോടെ എന്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാൻ ഈ കൃപ നൽകണമേ. Give me, Lord, the privilege to be in your presence and with tears, Lord, surrender all the deeds or shortcomings that I have. അനവധി തവണ കർത്താവ് അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും എടുത്തതാണ്. എന്നാൽ എനിക്ക് ആ തീരുമാനത്തിലും പ്രതിഷ്ഠയിലും നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. There are a lot of things, Lord, that I promised in your presence, Lord, but Lord, I was not able to get through them. പലപ്പോഴും ഞാൻ കർത്താവേ എന്റെ ജീവിതം കൊണ്ട് അങ്ങേക്ക് അപമാനമാണ് ഉണ്ടായിരിക്കുന്നത്. ആകയാൽ ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. Oh Lord, there have been many circumstances where, Lord, I was not in the good side in your presence. പ്രൈസ് കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് രാത്രി ഞങ്ങൾ ഇതാ ദൈവത്തിന്റെ പാദപീഠത്തിൽ വീഴുകയാണ് കർത്താവേ. God, forgive us, Lord. We are coming in your presence, Lord. We lay flat in your presence. കർത്താവേ, ഞങ്ങളെ ഇന്ന് രാത്രി ഞങ്ങളെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവമേ അങ്ങ് ഞങ്ങളിൽ പ്രസാദിക്കണമേ. ഇതാ ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. Oh God, recover us, Lord, Father. We are actually coming to your presence and surrendering us. ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ആരംഭത്തിൽ തന്നെ കർത്താവേ ഞങ്ങളെ ഒരു പുതിയ ക്രമീകരണത്തിലേക്ക് ദൈവം കൊണ്ടുവരുവാനിടയായി തീരണമേ. Right in the beginning of this fasting prayer, Lord God, forgive us our sins, Lord. Help us, Lord, Father, and refine us, Lord Jesus. പിതാവേ, ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തെ സേവിച്ചതുപോലെ, അവർ ദൈവത്തിൽ വിശ്വസിച്ചതുപോലെ, ആശ്രയിച്ചതുപോലെ ഞങ്ങൾക്കൊരു അനുഗ്രഹകരമായ ജീവിതം നയിക്കേണ്ടതിന് അവരെ മാതൃകയാക്കാൻ ഞങ്ങൾ കൃപ നൽകണമേ. Help us, Lord, Father, like our forefathers did, Lord, surrendering ourselves, Lord Jesus, and Lord, leading a successful life, Lord. Father, help us, Lord, to lead ourselves according to you. രാത്രി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. We, Lord, submit ourselves in your presence. കർത്താവേ, ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ. God, please do help us today. ഇന്ന് രാത്രി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. May your blessing come upon us. ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളുടെ മുമ്പിൽ തിരുസന്നിധിയിൽ സമർപ്പിച്ചു തരികയാണ്. Lord, we surrender our life in your presence. ഇന്ന് വരെ തടഞ്ഞു വെച്ചിരിക്കുന്ന സകല നന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വ്യാപരിക്കട്ടെ. God, any blessing, Lord, that has been stopped, Lord Jesus, may that be relieved, Lord. അങ്ങ് ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഒരു ഡാം തുറന്നു വിടുന്നത് പോലെ ആത്മാവിന്റെ ഒരു പ്രവാഹമായി വ്യാപരിക്കട്ടെ കർത്താവേ. Like a dam that is opened, Lord, in the same way, may the blessings come upon us. ഞങ്ങളുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ ശക്തമായി വ്യാപരിച്ച് കർത്താവേ ഞങ്ങളെ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തെ ബന്ധിച്ചു നിർത്തിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും അഴിച്ചു കളയുമാറാകണമേ. God, any sort of chains, Lord, which is actually holding us tight, Lord, may it be relieved, Lord. May your Holy Spirit come and work upon us. ഞങ്ങളിതാ മാനസാന്തരപ്പെടുന്നു. ഞങ്ങളെ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ. Oh Lord, Father, we come into your presence, Lord, so that, Lord, we can be saved again. ഒരിക്കൽ കൂടി ഞങ്ങളെ സമർപ്പിച്ചു തരികയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളെ സമർപ്പിച്ചു തരികയാണ് പിതാവേ. We, Lord, submit ourselves once again in your name of Jesus. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മെ എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എനിക്ക് അവസരം തന്ന ദൈവദാസനും സഭയ്ക്ക് നന്ദി അർപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. I thank God for this opportunity God has given us, and I would like to thank Pastor and the church for giving this opportunity.
ഇന്ന് രാത്രി നമ്മെ കേൾപ്പിച്ച ദൈവശബ്ദത്തിന് മുൻപാകെ ഒരു നിമിഷം നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. Let's bow down our head in presence of God and reflect on what we heard today. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരുന്നല്ലോ. The Holy Spirit was working and talking to us today. ഉപവാസവും പ്രാർത്ഥനയും എന്ന് പറഞ്ഞാൽ അത് ദൈവസന്നിധിയിലേക്കുള്ള മടങ്ങിവരവാണ്. When it comes to fasting and prayer, it is a coming back to God. തെറ്റുകളും കുറ്റങ്ങളും നമ്മുടെ മാനുഷിക സഹജമാണ്, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാം. There are mistakes and shortcomings that can come into your life. പക്ഷേ നമുക്ക് ക്ഷമിക്കുന്ന, നമ്മെ സഹിക്കുന്ന, നമ്മെ ഉൾക്കൊള്ളുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി സ്വർഗത്തിലുണ്ട്. But there is a God who's able to take you. There's a God who's able to forgive you, who's in heaven. നമ്മുടെ ലംഘനങ്ങളെ നാം ഏറ്റുപറയുമ്പോൾ അവയെ കഴുകി ശുദ്ധീകരിച്ച് നമ്മെ വീണ്ടും ചേർക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. God is a good God who's ready to accept if you're able to surrender your mistakes in His presence. ഇസ്രായേൽ ജനം അവർ മിസ്രയീം വിട്ട് ഗിൽഗാലിലെത്തുന്നിടം വരെ അവരുടെ ജീവിതത്തിൽ പിന്നീട് ജനിച്ച കുഞ്ഞുങ്ങളൊന്നും പരിച്ഛേദന ചെയ്തിരുന്നില്ല. When it comes to the Israelites, when they left Egypt until they came to Gilgal, all the next generation, all the kids did not go through circumcision. ദൈവം വാഗ്ദത്തം നൽകിയ ഒരു ദേശം പ്രാപിക്കുവാൻ അവർ കടന്നു പോകുമ്പോഴും അവർ ദൈവത്തിന്റെ ഉടമ്പടി അവരെ പൂർണ്ണമായിട്ട് അനുസരിച്ചിരുന്നില്ല. Even though they were going to achieve the promised land, they did not do the covenant that God gave them. ദൈവം അതുകൊണ്ട് യോശുവയോട് പറയുകയാണ്, ഇവിടെ വെച്ച് ജനത്തെ പരിച്ഛേദന ചെയ്തിട്ട് വേണം ഇനി വാഗ്ദത്ത നാട്ടിലേക്ക് And that പ്രവേശിക്കാൻ. is where God is telling Joshua, this is the moment when they have to be circumcised so that they can enter the promised land. ദൈവ കൽപ്പന അനുസരിക്കാതെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുവാൻ കഴിയില്ല എന്നതാണ് ഇന്ന് രാത്രിയിലെ മെസ്സേജിന്റെ പ്രധാന സന്ദേശം. The most important message that we have from today's sermon is you will not be able to get the blessing of God without following the commandments of God. ഇസ്രായേൽ ജനത്തിലെ പുരുഷ ജനമൊക്കെയും 8-ാം നാളിൽ പരിച്ഛേദന ഏൽക്കുമ്പോൾ വേദനാജനമായ ഒരു ഉടമ്പടിയിലൂടെ ദൈവവുമായിട്ട് അവർ ബന്ധപ്പെടുകയാണ്. When it comes to the Israelis on the 8th day when they are born, when they go through circumcision, they go through a very difficult aspect of their life. ദൈവം പറയുന്ന കാര്യം ചോദ്യം ചെയ്യാതെ എത്ര പ്രയാസമുള്ളതാണെങ്കിലും അനുസരിക്കാൻ കഴിയുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ വിടുതലും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ കഴിയുന്നത്. Even though it is difficult and if it is painful, but when you follow what God is asking you to do and you follow the covenant and commandments of God, that is where the blessing of God come on you. യോശുവയോട് ദൈവം പറഞ്ഞതനുസരിച്ച് ജനത്തെ അവിടെ വെച്ച് പരിച്ഛേദന ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ നിന്ന അവിടെ വെച്ച് ഉരുട്ടി മാറ്റുവാനിടയായി. And that is where you can see that whatever they carried from Egypt is been rolled off, and that is when they circumcised themselves through Joshua. തുടർന്ന് അവിടെ വെച്ച് അവർ പെസഹ ആചരിക്കുന്നതിനിടയായി. We can see Passover was held after that. ദൈവത്തിന്റെ ദൂതൻ യോശുവയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നത് നാം We കാണുന്നു. can see the second event where the commander of God comes in front of Joshua. ദൈവം അവനോട് ദൂതനിലൂടെ സംസാരിച്ച് തുടർന്നുള്ള വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാനുള്ള അതേ സ്തോത്ര ഉപദേശം സന്ദേശം അവിടെ വെച്ച് You കൈമാറുകയാണ്. can see that the commander of God comes right in front of Joshua and gives him the instruction on what needs to be done, the advice required to go to the promised land. പ്രിയ ദൈവമക്കളെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പരിച്ഛേദന എന്നത് നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദനയായിരിക്കണം. When it comes to circumcision in New Testament, it is a circumcision of your heart. ഇസ്രായേൽ ജനം ദുശാഠ്യമുള്ള ജനമായിരുന്നു. അവർ ദൈവത്തെ അനുസരിക്കാതെ പാപവഴികളിലേക്ക് തെറ്റിലേക്ക് പലപ്പോഴും ഇറങ്ങിപ്പോകുന്നത് ദൈവജനം വാണിംഗ് നൽകുന്നുണ്ട്. Israelites are the ones who actually went ahead and lost their way. They did actually did according to their will, and there were warnings that was being given is something that we read. എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അതേ വാണിങ്ങുകളൊന്നും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ അതിനെതിരായി നിന്നപ്പോൾ ദൈവം അവരെ ദുശാഠ്യമുള്ള ജനമായി കാണുവാനിടയായി. When they did not actually follow what God has actually asked them to do, God found them as stiff-necked. സ്തെഫാനോസ് നോക്കുമ്പോൾ ചെവിക്ക് പരിച്ഛേദനയില്ലാത്ത ജനത്തെ കാണുവാനിടയായി. When Stephen actually looked at the men during his famous word of God, he saw men who were not circumcised by years. ഇന്ന് രാത്രി നമ്മുടെ രാത്രിയിലെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുൻപ്
നമ്മുടെ ഹൃദയത്തിനൊരു പരിച്ഛേദന ആവശ്യമെങ്കിൽ ദൈവത്തിനോടത് പറയാം. If it is required before ending this prayer, if our hearts need to be circumcised, then let's go ahead and submit ourselves in front of God. ആത്മാവിലുള്ള ഒരു പരിച്ഛേദന ഇന്ന് രാത്രി സംഭവിക്കട്ടെ. Let there be a circumcision by the Holy Spirit. ദൈവത്തിന്റെ വചനത്തിന്റെ വാള് കൊണ്ട് ചെത്തേണ്ടതിനെ ചെത്തിക്കളയട്ടെ. What needs to be cut by the sword of God, let that be cut off. ദൈവത്തിന്റെ വചനത്തിന്റെ വാള് കൊണ്ട് അടർത്തേണ്ടതിനെ അടർത്തി കളയുമാറാകട്ടെ. Whatever has to be segregated or cut into two by the sword of God, let that be cut off. ഒരു യഥാർത്ഥ ഹൃദയ പരിച്ഛേദനയിലൂടെ കടന്നുപോയെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ. Only if you go through a real circumcision of your heart will the promises of God come to life in your life. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിച്ച വചനത്തിന് മുൻപാകെ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. Let's submit ourselves in presence of the word of God that we heard today. ഇന്ന് രാത്രി എത്ര പേര് പറയും, കർത്താവേ ആ വചനം എനിക്കുള്ളതാണ്? How many of you will tell God, the word that we heard today is a word for me? എന്നെ ചെത്തണമേ, എന്നെ കഴുകണമേ, എന്നെ വെടിപ്പുള്ളതാക്കി തീർക്കണമേ എന്ന് എത്ര പേർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിടയാണ്? How many of you will tell God, refine me, cut me, refine me and transform me, O Lord? ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് നാം ചെയ്തു കഴിയുമ്പോൾ അടുത്തത് വാഗ്ദത്ത അതേ നിവൃത്തിയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. When we do what God wants us to do, the next moment you enter the promise of God. ഉപവാസ പ്രാർത്ഥനയുടെ പ്രഥമ രാത്രിയിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് രാത്രി അതിന് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. Right in the first day of the fasting prayer, may that happen, and let's submit ourselves for that.